നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വീട്ടില് എന്തൊക്കെ പ്രശ്നങ്ങളായെന്നറിയാവോ? ചേട്ടൻ എന്നെ തല്ല വരെ ചെയ്തു. തല്ലിയോ? എന്റെ കാര്യം വിട്ടേക്ക്. പ്രണവിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. എനിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ കിടന്ന് അനുഭവിക്കുന്നത്. എന്നാലും ഒറ്റയടിക്ക് എല്ലാരും കൂടി ഇങ്ങനെ തിരിയുന്ന ഞാൻ തീരെ പ്രതീക്ഷയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പ്രണവിന്റെ വീട്ടിലെല്ലാവരും എതിർക്കുന്നത് കൊണ്ട് എന്നെ ഇപ്പൊ വേണ്ടെന്ന് വെക്കണമെന്ന് തോന്നുന്നുണ്ടോ പ്രണവിന്? സാരമില്ല, ആരെയും വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. പ്രണവ് സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രം മതി എനിക്ക്. എന്നെ വേണ്ടെന്ന് വെച്ചാ പ്രണവിന് സന്തോഷ സമാധാനം കിട്ടുമെങ്കിൽ അതായിക്കോ. പക്ഷെ ജീവനോട് ഉണ്ടാവില്ല. സ്റ്റോപ്പ് ഇറ്റ്. എന്താ ശിവൻ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ? ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് അധിക നാളൊന്നും ആയിട്ടില്ലെങ്കിലും ഇനി പ്രണവിനൊപ്പം അല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. പ്രണവ്, എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ശിവാനിക്ക്? ഒരുറപ്പ് ഞാൻ ശിവാനിക്ക് തരാം. എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ കൈവിടത്തില്ല. ഞാനുണ്ടാവും നിന്റെ കൂടെ. എല്ലാരും എതിർത്തോട്ടെ. നമ്മുടെ കൂടെ ഒരു ശക്തിയായിട്ട് വസുന്ധര അന്യ നിപ്പുണ്ട്. അതുപോലെ പിന്നെ തന്നെ നമ്മൾ പേടിക്കുന്നേ. നിന്റെ വായി നീ വാക്കുകൾ കേൾക്കാൻ വേണ്ടി അല്ലേ പ്രണവേ ഞാനിതൊക്കെ പറഞ്ഞത്? വസുന്ധരാന്റി സപ്പോർട്ട് ചെയ്യുന്നുള്ളതൊക്കെ ശരി തന്നെയാ. പക്ഷെ വീട്ടിലുള്ള ആരും നമുക്കിപ്പോ നിൽക്കില്ലല്ലോ. ഇനിയിപ്പോ ആരൊക്കെ ചേർന്നാ പോലും നിധി എതിർക്കില്ലേ? പ്രണവ്, നിധി എനിക്ക് നന്നായിട്ട് അറിയാം. അവളൊരു കാര്യം തീരുമാനിച്ച അത് ഏത് വിധേന അവളെ നടത്തിയെടുക്കും. പ്രണവ് നോക്കിക്കോ. നിധിയല്ലല്ലോ നമ്മുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ഇത് എന്റെ ജീവിതമാ. എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കും. ഇനി എല്ലാരും എതിർത്താലും അതേ നടക്കത്തുള്ളൂ. ഇനിയിപ്പോ ഈ വിവാഹം നടത്തി തരില്ലെന്ന് എല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ച ഈശ്വരമംഗലത്തെ സ്വത്തും പണവും വേണ്ടാന്ന് തീരുമാനിച്ച് എല്ലാരും ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് നിന്നെ കെട്ടുകയും ചെയ്യും. ഇവനിത് എന്തൊരു പൊട്ടന. സ്വത്തും പണമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിന്നെ എനിക്ക് എന്തിനടാ മണ്ട? നിനക്ക് ഓക്കെ ആണെങ്കിൽ പറ. ഇന്നെങ്കിൽ ഇന്ന് നമ്മുടെ വിവാഹം നടത്താം. എന്നിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാതെ ഇരിക്കത്തില്ല. ഇനി അതൊന്നും ശരിയായില്ലെങ്കിലും എനിക്ക് ഡ്രൈവിംഗ് അറിയാം. ടാക്സി ഓടിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ പോറ്റും ശിവാനി. ഇപ്പൊ വീട്ടില് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇവൻ എന്നെ ഇനി ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കൊണ്ട് ചെന്നിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നല്ലോ. അല്ല പ്രണവ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എല്ലാ അർത്ഥത്തിലും പ്രണവനും കൂടി അവകാശപ്പെട്ട ആ വീട്ടിൽ നിന്നും പ്രണവെന്തിനെല്ലാം ഉപേക്ഷിച്ചിട്ട് വരണം? ഒന്നുമല്ലാത്ത നിധി അവിടെ രാജ്ഞിയെ പോലെ ജീവിക്കുമ്പോ പ്രണവ് തെരുവിലിറങ്ങി ടാക്സി ഓടിക്കേണ്ട കാര്യം എന്താ? അവിടുത്തെ എല്ലാ മക്കളെയും പോലെയുള്ള അവകാശം പ്രണവിനും ഉണ്ട്. എടോ, അവര് നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രണവ് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് വിവാഹം കഴിക്കുന്നതിന് അവരുടെ അനുവാദം ആവശ്യമില്ലെന്ന്? അവരെ എതിർത്ത് വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് തന്നെ നമ്മൾ ചെല്ലണം. അല്ലാതെ ഒളിച്ചോടല്ല വേണ്ടത്. പ്രണവുമായിട്ടുള്ള വിവാഹം നടക്കാൻ അനുവദിക്കില്ലെന്ന് നിധി എന്നെ വെല്ലുവിളിച്ചതാ. ആ നിധിയുടെ മുന്നിൽ തന്നെ ഒരുമിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമുക്ക് ഈശ്വരമംഗലത്ത്. ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെ നമ്മളുടെ വിവാഹം നടത്തി നമ്മൾ ഈശ്വരമംഗലത്തേക്ക് ചെല്ലും. അപ്പൊ അവരെന്ത് ചെയ്യും? എന്താ
പ്രണവിന് പേടിയുണ്ടോ? ഞാനെന്തിനു പേടിക്കണം? നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് തീരുമാനിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച 7-ാം തീയതി നമ്മൾ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുന്നു. എന്നിട്ട് ഈശ്വരമംഗലത്തേക്ക് തന്നെ പോകുന്നു. ഞാൻ പ്രതീക്ഷിച്ചു നീ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എത്ര പറഞ്ഞിട്ടും അനുസരിക്കാതെ നീ വീണ്ടും പ്രണവിനെ കാണാമെന്നു അല്ലേ? ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യാ രണ്ടാളും കൂടെ അല്ലേ? നന്നായിട്ടുണ്ട്. നീ വലിയ വീട്ടിലെ സന്തതിയാണ്, അന്തസ്സുള്ള കുടുംബമാണത്. അവരുടെ അന്തസ്സിനനുസരിച്ച് ജീവിക്കാൻ നോക്കണം. നിന്റെ കുടുംബത്തിന് ഈ വിവാഹം ഇഷ്ടമല്ലെങ്കിൽ അവര് പറയുന്ന അനുസരിച്ച് നീ പിന്മാറണം. ഇവളോട് ഞാൻ തത്തയ്ക്ക് ബുദ്ധി ഓതുന്ന പോലെ പറഞ്ഞതാ. എല്ലാം പറഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും നിങ്ങൾ പിന്നെ ഇങ്ങനെ തീരുമാനത്തിലേക്ക് പോവാന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? അതല്ല അങ്കിളെ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇനി ആര് സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ വിവാഹം കഴിക്കും. അതാണ് ഞങ്ങളുടെ തീരുമാനം. സ്വന്തം മകളെ പറ്റി ഞാൻ തന്നെ കുറ്റം പറയുന്നില്ല. എങ്കിലും പ്രണവിന്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ ആ വീട്ടിലേക്ക് തന്നെ മരുമകളാക്കണമെന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. പ്രണവ്, ഇവളെ അങ്ങ് മറന്നേക്ക്. അതായിരിക്കും പ്രണവിന് നല്ലത്. ഇവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഒറ്റ കാര്യം ഞാൻ പറയാം, മനസ്സ് നിറയെ ആർത്തിയും അതിമോഹമാണ് ഇവൾക്ക്. അതിനുവേണ്ടി ഇവൾ എന്തും ചെയ്യും. തുറന്നു പറയാലോ, പ്രണവിനെ പ്രണയിക്കുന്നതായിട്ട് ഇവൾ അഭിനയിക്കുന്നതാണ്.